ഉണ്ടാവുന്ന അനുഭവം വലിയ അനുഭവമാണ്. അപ്പോൾ ഈശ്വരനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒന്ന് അതിൻ്റെ അകത്ത് കയറി നോക്കും. പക്ഷെ അത്താഴ പൂജയ്ക്ക് മേശാന്തി ഗുരുവായൂരപ്പന് മാത്രമായിട്ടുള്ളൊരു സമയമാണ്. ആ സമയമാണ് ഗുരുവായൂരപ്പനെ അടുത്തറിയാനും ഗുരുവായൂരപ്പനെ കാണാനും എല്ലാത്തിനും ഉള്ള അനുഭവം ഉണ്ടാവുന്നതൊക്കെ ആ സമയത്താണ്. അതുകൊണ്ട് അത്താഴ പൂജ ഒരിക്കലും മേശാന്തിമാര് മുടക്കില്ല. എല്ലാ ദിവസവും കൃത്യമായിട്ട് നട അടച്ചു തുറക്കുന്നതും കുറച്ച് ലേറ്റാവും. കാരണം അത്രയും നേരം ഭഗവാനുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉള്ള സമയമാണ്. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന അനുഭവം വലിയ അനുഭവമാണ്. അപ്പോൾ ഈശ്വരനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒന്ന് അതിൻ്റെ അകത്ത് കയറി നോക്കൂ. അത് മാത്രമേ മറുപടി എനിക്ക് മറുപടി ഉള്ളൂ. ഭഗവാന്റെ ഒരു മായാജാലം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, അവിടെ ചെല്ലുന്നവർക്കൊക്കെ ഓരോ അനുഭവങ്ങളാണ്. തൊഴാൻ ചെല്ലുന്ന എല്ലാവർക്കും വിവിധ തരത്തിലുള്ള അനുഭവങ്ങളാണ്. മേശാന്തിക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മേശാന്തിക്കാണ് അവിടെ ഗുരുവായൂരപ്പനെ തൊടാനുള്ള ഒരു അധികാരമുള്ളത്. കീഴ്ശാന്തിമാർക്കൊന്നും ഭഗവാനെ തൊടാനുള്ള അധികാരമില്ല. ഗുരുവായൂരപ്പനെ ഒരു സർവ്വവ്യാപിയാണ്, എപ്പോഴും സ്മാർട്ടാണ്. അപ്പൊ വസുദേവര് പൂജിച്ചിരുന്നു, അതിനുശേഷം നാരദാദികളായിട്ടുള്ള മഹർഷിമാര് പൂജിച്ചിരുന്നു, അതിനുശേഷം ശങ്കരാചാര്യ പോലുള്ള ജ്ഞാനികൾ പൂജിച്ചിരുന്നു. ഇവരൊക്കെ പൂജിച്ച ആ അതേ വിഗ്രഹത്തിൽ തന്നെയാണ് നമുക്കും പൂജിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഇനി ഭാഗ്യം വേറൊന്നുമില്ല. അത് ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയായി ഞാൻ തെരഞ്ഞെടുത്തു എന്ന ആ സമയത്ത് എന്തായിരുന്നു മനസ്സിൽ? സാധാരണ നറുക്കെടുപ്പ് മണ്ഡപത്തിലാണ് നറുക്കെടുപ്പ്. ഇന്റർവ്യൂ കഴിഞ്ഞ് അതിൽ സെലക്ഷൻ ആയവരുടെ പേരെല്ലാം വെള്ളിക്കുടത്തിൽ ഇട്ട് അത് മണ്ഡപത്തിൽ വെച്ചാണ് നറുക്കെടുക്കുന്നത്. നറുക്കെടുക്കുന്ന സമയത്ത് മേൽശാന്തി അപേക്ഷകരെല്ലാവരും ചുറ്റും ഉണ്ടായിരിക്കും. ഞാനപ്പോൾ പക്ഷേ ഈ ക്രൗഡിന്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ജപിച്ചുകൊണ്ട് ആയിരുന്നു, അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാനൊരു അർത്ഥബോധാവസ്ഥയിൽ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പരിസരം ഒന്നും അറിയുന്നില്ല. പെട്ടെന്ന് ഞാൻ ഉണരുമ്പോൾ എന്റെ പേര് വിളിച്ചു പറയും. ആ അനൗൺസ് ചെയ്യണത് കേൾക്കുമ്പോഴാണ്, അത് 2 or 3 പ്രാവശ്യം വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരു ഭയങ്കര ഒരു ശരീരത്തിൽ ഒരു ഇലക്ട്രിസിറ്റി കയറിയ ഒരു അനുഭവം പോലെ വന്നു. എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു അതുവരെ ഞാനൊരു കുചേലനെ പോലെ അങ്ങോട്ട് ചെന്നതാണ്. പക്ഷെ അവിടെ ഈ ഒരു പ്രതീതി ഭഗവാൻ ആ ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങോട്ട് മാറ്റിയാണ്. മുജ്ജന്മ സുഹൃതം എന്നോ കാരണവന്മാർ ചെയ്തിട്ടുള്ള ആ സൗഹൃദത്തിന്റെ സൽക്കർമ്മങ്ങളുടെ ഒരു ഫലമാണ് ഇതിങ്ങനെ കിട്ടാൻ കാരണം. അതാണ് ഗുരുവായൂരപ്പന്റെ അവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലുള്ള ജ്യോത്സ്യത്തിന്റെ ഒരു ഭാഗം പോലും പുറത്തെടുക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം അല്ലാതെ തന്നെ ഭഗവാൻ നേരിട്ട് നമുക്ക് പറഞ്ഞു